വടക്കൻ നൈജീരിയയിൽ പ്രായപൂർത്തിയാകാത്ത ക്രൈസ്തവ പെൺകുട്ടികളെ വ്യാപകമായി തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്നതായി ട്രൂത്ത് നൈജീരിയൻ റിപ്പോർട്ട്. നൈജീരിയയിൽ നിലനിൽക്കുന്ന ശരിയത്ത് നിയമ സാധുതയെ വളച്ചൊടിച്ചാണ് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ ഇസ്ലാമിലേക്ക് ചേർക്കുന്നത്. ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രണയിച്ചു വശത്താക്കുന്നവർ ദരിദ്രാവസ്ഥയിലുള്ള പ്രായപൂർത്തിയാകാത്ത ക്രൈസ്തവ പെൺകുട്ടികളെ നേരത്തെ തിരിച്ചറിയുകയും സമ്മാനങ്ങൾ നൽകി വൈകാരികമായി അടുത്ത് പതുക്കെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു. മതം മാറാൻ വൈകാരികമായി നിർബന്ധിക്കുകയും വീടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതാണ് അവരുടെ രീതിയെന്ന് വനിതാവകാശ പ്രവർത്തകയായ ഇമ്മാനുവേല കാനു ട്രൂത്ത് നൈജീരിയയോട് പറഞ്ഞു. സ്നേഹം നടിച്ചു കൊണ്ടുപോകുന്നതിലുമധികം നിർബന്ധിച്ചുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ അനവധിയാണ്. വടക്കൻ നൈജീരിയയുടെ ചില ഭാഗങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത ക്രൈസ്തവ പെൺകുട്ടികൾ സ്കൂളിലേക്കോ മാർക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ ഒരിക്കലും തിരിച്ചുവരാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഫിക്ക കൗണ്ടിയിലെ ഗോഗെ ഗ്രാമത്തിൽ 15 വയസ്സുള്ള സിസിലിയ മാത്യാസ് ഒരു ദിവസം അപ്രത്യക്ഷയായി. 3 മാസത്തെ ഫലപ്രദമായ തിരച്ചിലുകൾക്ക് ശേഷം പോലീസ് ഇടപെടലോടെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത അവളെ ഒരു ഇസ്ലാമിക പുരോഹിതന്റെ വീട്ടിൽ പാർപ്പിച്ചതായി കുടുംബം കണ്ടെത്തി. പിന്നീട് 2 ഭാര്യമാരുള്ള 58 വയസ്സുള്ള ഇസ്ലാമിക അധ്യാപകനുമായി അവളെ വിവാഹം കഴിപ്പിച്ചതായും കുടുംബം ട്രൂത്ത് നൈജീരിയയോട് പറഞ്ഞു. ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകളും നിർബന്ധിത മതപരിവർത്തനങ്ങളും ശക്തമായ ഇസ്ലാമിക സംഘടനകളുടെ സ്പോൺസർഷിപ്പിലാണ് നടക്കുന്നതെന്നും ഇത്തരം ഗ്രൂപ്പുകൾ ദരിദ്ര പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ പെൺകുട്ടികളെ ലക്ഷ്യം വയ്ക്കുകയും അവരെ ഇസ്ലാമിലേക്ക് വശീകരിക്കുകയും നിർബന്ധിത വിവാഹങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി സാമൂഹിക പ്രവർത്തകനായിരുന്ന അന്തരിച്ച റവറൻ ഡേവിഡ് ആയൂബ അസാമാൻ മുൻപ് താക്കീത് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കൈന ന്യൂസ്.